നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ ഈ യൂട്യൂബർ രാജൻ ജോസഫ് അറിയത്തില്ലേ? അതെ. ഈ യൂട്യൂബർ രാജൻ ജോസഫ് വീണ്ടും പണി മേടിച്ച് കിട്ടിയിരിക്കും. അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ശ്രീനാഥ് കുഞ്ഞമ്മയെ അധിക്ഷേപിച്ച കേസിൽ അദ്ദേഹത്തെ അടൂർ പോലീസാണ് എറണാകുളത്ത് പിടിച്ചുകൊണ്ട് വന്നത്. ഇതെല്ലാം കഴിഞ്ഞ് CPM-ന്റെ 2 പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കളെത്തി ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോയി. ഇപ്പോൾ അദ്ദേഹം അവിടെ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ തൊട്ട് പിന്നാലെ വീണ്ടും വീഡിയോ ചെയ്തു. അല്ല, എനിക്കിതിനകത്ത് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത് പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല. എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കൊടുക്കാവുന്ന വകുപ്പായിരുന്നില്ല. ഇയാളെ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം കോടതിയാണ് ഇയാൾക്ക് ജാമ്യം അനുവദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കോടതി ഉത്തരവുണ്ട്. ആ കോടതി ഉത്തരവിൽ ഒരു ജാമ്യം കൊടുക്കുമ്പോൾ ആ ജാമ്യത്തിന് ഈ വ്യവസ്ഥകളുണ്ട്. ജാമ്യം എല്ലാം കണ്ടീഷനിലായിരിക്കുമല്ലോ. അതെ, വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളിൽ ആദ്യം പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾ ആരുടെ പരാതിയിലാണോ നിങ്ങൾ നിങ്ങൾ ഈ കേസിൽ പ്രതിയായത്, ആ ആളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ അല്ലെ അവരുമായിട്ട് മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കോ നിങ്ങൾ പോകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ. എന്നാൽ ഈ രാജൻ ജോസഫ് എന്ന് പറയുന്ന യൂട്യൂബർ, അയാൾ ഇറങ്ങിയതിന് ശേഷം അയാളുടെ സുഹൃത്തിൻ്റെ കൂടെ ആ യൂട്യൂബ് ചാനലിൽ നിന്ന് വീണ്ടും ഈ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് അംഗത്തെക്കുറിച്ച്, ജില്ലാ പഞ്ചായത്ത് അംഗത്തെക്കുറിച്ച് വളരെ മോശമായ ഭാഷയിൽ, വളരെ ഒരു സാധാരണ ആണുങ്ങൾ ചെയ്യാത്ത രീതിയിലുള്ള വിമർശനമാണ്. അത് മാത്രമല്ല, അദ്ദേഹം ആളുകളെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് ഉപോത്ബലകമായി യാതൊരു തെളിവും അദ്ദേഹം ഹാജരാക്കാറില്ല. ഓരോ വ്യക്തികളെയും കുറിച്ച് അദ്ദേഹം ഒരു ചാനലിരുന്നുകൊണ്ട് അങ്ങ് പറയണം, ആധികാരികം എന്നുള്ള രീതിയിൽ അദ്ദേഹം അങ്ങ് പറയണം. തെളിവോടെ തെളിവൊന്നുമില്ല. പല ആളുകളെ കുറിച്ച്, അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച്, അവരുടെ ദൗർബല്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് അവർ ഏറ്റവും മോശമായ ഗുണങ്ങൾ പലരെ കുറിച്ച് പറയുമ്പോഴും ഇതിന് തെളിവൊന്നും അദ്ദേഹം ഹാജരാക്കുന്നില്ല. ശ്രീനാദേവി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പുതിയ സെൻസേഷനാണ്. വനിതാ നേതാക്കൾക്ക് ക്ഷാമം നേരിടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് വനിതാ നേതാക്കൾ ഇല്ലെന്നല്ല, അതായത് ശ്രീനാദേവി പോലെ കഴിവുറ്റ ഒരു വനിതാ നേതാവിനെ ഇപ്പോഴും കോൺഗ്രസിൽ കാണിക്കാൻ സാധിക്കില്ല. അത് നിസ്സംശയം പറയാം. കാരണം അവരുടെ അടിത്തറ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. CPI-യിലായിരുന്നു ശ്രീനാദേവി. അവിടെ തനിക്ക് നേരിടേണ്ടി വന്ന അവഗണന, തനിക്ക് നേരിടേണ്ടി വന്ന പീഡന പരമ്പര, അതൊക്കെ കണക്കിലെടുത്തിട്ടാണ് അവസാനം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ അവർ ഈ CPI-യിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് അംഗവും രാജിവെച്ചു. ഈ രണ്ട് CPI-യിൽ നിന്ന് രാജിവെക്കുന്നു, ജില്ലാ പഞ്ചായത്ത് അംഗത്വവും രാജിവെക്കുന്നു. അതിനുശേഷം അവർ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കോൺഗ്രസിൽ വന്നു ചേരുന്നു. അവർ രാജിവെച്ചത് അടൂർ താലൂക്കിൽ പള്ളിക്കൽ ഡിവിഷനിൽ നിന്നാണ്. പള്ളിക്കൽ ഡിവിഷൻ ഇത്തവണയും വനിതാ സംവരണമാകുന്നു. പള്ളിക്കൽ ഡിവിഷനിൽ ശ്രീനാദേവി 4500-ൽ പരം വോട്ടിനാണ് ആദ്യ ടൈമിൽ വിജയിക്കുന്നത്. ആദ്യ തവണ വിജയിക്കുന്നത്. അതിനുശേഷം അതേ ഡിവിഷനിൽ തന്നെയാണ് ഇവർ ഇത്തവണ വീണ്ടും മത്സരിച്ചത്. കാരണം കോൺഗ്രസിന് യാതൊരു സ്വാധീനവും ഇല്ലാത്ത CPI-യുടെ കുത്തക ഡിവിഷനിലാണ് ശ്രീനാദേവി വിജയിച്ച് വരുന്നത്. അത് 190 വോട്ടിനാണ് ജയിച്ചത്. എങ്കിൽ പോലും അതൊരു വലിയ വിജയമായിരുന്നു. ആ വിജയത്തിൻ്റെ ശോഭ കുറയ്ക്കാൻ വേണ്ടിയും ഇവർ അവിടെ മത്സരിക്കുന്നത് തടയാൻ വേണ്ടിയും ഒക്കെ ഒരുപാട് കളികൾ ഈ CPI-ക്കാർ കളിച്ചു. അപ്പം അങ്ങനെ CPI-യിൽ ഒരു വലിയ വിഭാഗം, CPI-യുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള AP ജയൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം ശ്രീനാദേവിയെ നിർമ്മാർജ്ജനം ചെയ്യുക, അല്ലെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു തന്ത്രത്തോടു കൂടി, അല്ലെ ആ ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ അതിനിടയിലാണ് വലിയ വിവാദങ്ങളിലേക്ക് ശ്രീനാദേവി ചെന്ന് ചാടുന്നത്. നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക പീഡന കേസുകൾ വരുമ്പോൾ അത് ഒരു ചാനലാണല്ലോ ഇവിടെ കൊണ്ടുവരും. ചാനൽ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പീഡനാനുഭവങ്ങൾ പറഞ്ഞു തരാമോ? അങ്ങനെയല്ല വിളിക്കുന്നത്. അതിലൊരു വനിതാ റിപ്പോർട്ടർ അങ്ങോട്ട് വിളിച്ചിട്ട് ശ്രീനാദേവിയോട് ചോദിക്കുകയാണ്, ശ്രീനയ്ക്ക് രാഹുലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായി ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു, അതേക്കുറിച്ച് ഞങ്ങളോട് വെളിപ്പെടുത്താമോ? ഉടനെ ശ്രീനെ അവരോട് ചോദിച്ചു, എനിക്ക് മോശം അനുഭവം ഉണ്ടായത് നിങ്ങളോട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു. അതെങ്ങനെ എനിക്ക് ഉണ്ടാകാത്ത മോശം അനുഭവം നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഉടനെ ഇവർ ഫോൺ കട്ട് ചെയ്തു. പക്ഷേ ശ്രീനെ അത് വെറുതെ വിട്ടില്ല. ശ്രീനെ അത് ഫേസ്ബുക്കിൽ എഴുതി. ഫേസ്ബുക്കിൽ എഴുതിയത് എന്താണെന്ന് ചോദിച്ചാൽ, അതിജീവിതമാരുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുകയാണ്. രാഹുലിന്റെ അതിജീവിതമാരുണ്ടോ? അപ്പോൾ എത്രത്തോളം വലിയ ഒരു ഗൂഢാലോചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ രാഹുൽ മാങ്കൂട്ടവും ശ്രീനാദേവിയും ഒക്കെ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. വ്യത്യസ്ത പാർട്ടികളിലാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിലും ഇവരെല്ലാം ഒരേ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട, ഒരേ കാലഘട്ടത്തിൽ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ഈ ശ്രീനാദേവിയെ എനിക്ക് നല്ല വ്യക്തിപരമായിട്ട് അറിയാം.
പേഴ്സണലായിട്ട് നല്ല അറിവുള്ള ഒരു നല്ല അറിവുള്ളതാണ്. അതാണ് അവരുടെ പ്രത്യേകത. അതാണ് അവർക്ക് നല്ല വ്യക്തമായി സംസാരിക്കാൻ അറിയാം, നന്നായി എഡിറ്റ് ചെയ്ത് സംസാരിക്കാൻ നന്നായിട്ട് അറിയാം. അത് കൃത്യമാണ്, ഏത് മേഖലയിലായാലും സംസാരിക്കും. ഇപ്പൊ സാഹിത്യം, ഈ പുസ്തക നിരൂപണം ഒക്കെ നടത്തി ഞാൻ പങ്കെടുത്ത ഒരു പുസ്തക നിരൂപണ ചടങ്ങിലൊക്കെ പങ്കെടുത്തയാളാണ്. അപ്പോൾ അതിനുള്ളിൽ ഞാൻ അന്ന് അതുവരെ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുമ്പോൾ ഒരു തനി രാഷ്ട്രീയക്കാരി, അല്ലെ AISF ഇപ്പം ഇങ്ങോട്ട് വന്ന ഒരു രാഷ്ട്രീയക്കാരി എന്നാ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ഇതിലപ്പുറമൊന്നും അറിയില്ല. പക്ഷെ ഇവരുമായിട്ട് ഒരു പുസ്തക ചർച്ചയുടെ ഒരു വേദിയിൽ വെച്ച് ഇവർ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ അറിവുള്ള, നല്ല ഡീപ്പായിട്ട് പഠിച്ചിട്ട് വന്ന് സംസാരിക്കും. അത് വളരെ വ്യക്തമായിട്ട്. ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, നേരത്തെ ഇത് CPM-ലായിരുന്നെങ്കിൽ ഇപ്പൊ കോൺഗ്രസിലാണ്. ആദ്യകാലത്ത് CPI-യിലുണ്ടായിരുന്നതുപോലെ അതിന്റെ അവസാനത്തെ കണികളിൽ ഒന്നായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ. അങ്ങനെ അത്രയും കഴിവും കാര്യക്ഷമതയുമുള്ള ഒരു പെൺകുട്ടി. ഈ ശ്രീനാദേവി ആയിരുന്നു കഴിഞ്ഞ അവസാന ലാപ്പിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകേണ്ടിയിരുന്ന ആളാണ്. എന്നാൽ ഈ ശ്രീനാദേവിയോടുള്ള വിരോധ നിമിത്തം ശ്രീനാദേവി ആക്കില്ല എന്ന് CPI-ക്കുള്ളിലെ ഗ്രൂപ്പിസം വരിക. അങ്ങനെ AP ജയന്റെ നേതൃത്വത്തിൽ ശ്രീനാദേവിയെ ആ ചാൻസ് വെട്ടി ദൂരെ കളയുകയും ചെയ്തു. അങ്ങനെയാണ് അവർ കോൺഗ്രസിലെത്തുന്നത്, വിജയിച്ചു. അപ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂ ഉണ്ടാകുന്നത്. മാങ്കൂട്ടം ഇഷ്യൂ ഉണ്ടായപ്പോൾ അവർ ശക്തമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്ത് വരുന്നു. രാഹുലിനെ കൊടുക്കാൻ നടക്കുന്നവർ എന്നെ വിളിച്ചു ചോദിച്ചു അതിജീവതയാണോ? അങ്ങനെ അവർ പോസ്റ്റ് ഇട്ടു. അതോടുകൂടിയാണ് ശ്രീനാദേവി ഇവരുടെ കണ്ണിലെ കരടാകുന്നത്. അതായത് രാഹുലിനെ കൊടുക്കാൻ ഇവിടെ വലിയ നീക്കം നടന്നു. അത് P. ശശിയുടെ നേതൃത്വത്തിൽ അയാളുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നത്. അതിന് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ട്, CPM-ൽ പെട്ടവരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, ഈ നാട്ടിലും വെളിനാട്ടിലുമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ അതൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയാണ് ഈ രാഹുലിനെ കൊടുക്കുന്നത്. രാഹുലിനെ കൊടുക്കുന്നതിന്റെ കഥയും നമുക്കറിയാം. പുള്ളി പറഞ്ഞത് കാരണം രാഹുലിനെ ആദ്യം ഒന്നും പരാതി കൊടുക്കാൻ ഈ യുവതികൾ തയ്യാറല്ല. എങ്ങനെയോ അവരുടെ വോയിസ് ക്ലിപ്പുകൾ പുറത്തുപോയി. അതൊരിക്കലും ആ യുവതികൾ കൊടുത്ത വോയിസ് ക്ലിപ്പുകളല്ല. ഇവർ ചോർത്തിയെടുത്തിട്ടാണ് ഇതിനായിട്ട് ഇവർക്ക് പ്രത്യേക വിങ് തന്നെ പോലീസ് പ്രവർത്തിച്ചു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കി, അല്ലെ അയാളുടെ ലൈംഗിക പീഡന ആരോപണം കൊണ്ടുവന്ന് കോൺഗ്രസിനെ താറടിക്കാൻ ഇവർ ശ്രമിക്കുകയായിരുന്നു. അത് വെച്ചിട്ട് കളിക്കാൻ പോയിട്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളം ഒട്ടാകെ CPM തോറ്റ് തുന്നം പാടിയത്. അങ്ങനെ ഇരുന്ന അങ്ങനെയാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ ചിത്രത്തിലേക്ക് വരുന്നത്. ഈ രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നതോടെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയെ കേരളത്തിലെ പൊതുജനങ്ങൾ അറിയാതെ. പിന്നീടാണ് അവർ ഈ രാജൻ ജോസഫ് ഇവരെ ഇത്തരത്തിൽ വിമർശിക്കുമ്പോൾ ഇവർ തമ്മിൽ വ്യക്തിപരമായ നേരത്തെ പ്രശ്നങ്ങളോ രാജൻ ജോസഫ് മാങ്കൂട്ടത്തിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ശ്രീനാദേവി ശക്തമായിട്ട് രംഗത്ത് വരുന്നത്. ഈ ശ്രീനാദേവി രംഗത്ത് വരുമ്പോൾ തന്നെ അവർ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമാണ്. അന്ന് അവർ കോൺഗ്രസ് ചേർന്നിട്ടില്ല, അന്ന് അവർ CPI-കാരിയാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഒരാൾ അന്ന് സംസാരിക്കുന്നത്. അതാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയായി പോയത്. അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു യുവതി രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നു. അതോടുകൂടിയാണ് ഇവർ ഞെട്ടിത്തെറിക്കുന്നത്. അപ്പൊ എങ്ങനെ ഇവരെ ഒതുക്കാം, അവരെ എങ്ങനെ താറടിക്കാം, അതിന് ഇവർ പല ഇതും നോക്കി അപഖ്യാതി പറഞ്ഞു വരുത്തി, അപകീർത്തി പരത്തി, അതിനൊപ്പം തന്നെ അതിനുശേഷം അവരെ താറടിച്ചുകൊണ്ട് ഇതുപോലെയുള്ള രാജൻ ജോസഫിനെ പോലെയുള്ള ആൾക്കാർ വളരെ മോശമായ ഭാഷയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വളരെ വൾഗറായിട്ട് അവരെക്കുറിച്ച് പച്ചയ്ക്ക് പറയാനുണ്ട്. അത് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരു ചാനലിൽ കയറി ഇരുന്നിട്ട്, ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്നുകൊണ്ട് ഒരു സ്ത്രീക്കെതിരെ ഇത്ര മോശമായ ഭാഷ? നമ്മളെ ഏത് മാധ്യമപ്രവർത്തനാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലും സ്ത്രീകളും നമുക്കും അമ്മയും സഹോദരി ഭാര്യ മക്കളൊക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മളത് ചിന്തിക്കാതെയാണ് ഇതിൽ പലരും, എനിക്ക് തോന്നുന്നു ഇവർക്ക് ലാഭ ഉദ്ദേശം കാണും. അല്ല, അന്ന് ശ്രീനാദേവി പരാതി കൊടുത്തു പോലീസിൽ, ഒരു നടപടിയും ഉണ്ടായില്ല. ഒരു നടപടിയും പോലീസിൽ നിന്നുണ്ടായില്ല. അവർക്ക് യാതൊരു ആനുകൂല്യവും ഉണ്ടായില്ല. അതെ. അപ്പൊ അതിനുശേഷം ഭരണം മാറിയതിനു ശേഷമാണ് ഇപ്പോൾ ഇത് ഉണ്ടായത്. ഈ രാജൻ ജോസഫ് മാത്രമല്ല, അയാളെ കഴിഞ്ഞ ദിവസം പിടിച്ചുകൊണ്ട് വന്നു. പിന്നെ അടൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ കയ്യേറ്റം ചെയ്യാൻ ഒരുങ്ങി. അതിനുശേഷം വന്ന് അയാൾ വലിയ ഹീറോയായിട്ട്, കമ്മികളുടെ ഹീറോയാണ്. കാരണം അതിനകത്ത് എളമരം കരീമിനും മറ്റേ മുഹമ്മദ് റിയാസിനും പ്രകൃതി വിരുദ്ധ ഏർപ്പാടുണ്ടെന്ന് പറഞ്ഞ അതിൽ ഇവർ രോമാഞ്ചം കൊള്ളുകയാണ്. അന്തം കമ്മികൾ അനുയായികൾ അവരാണ്. അടൂർ ഏരിയ സെക്രട്ടറി, അതെ, അടൂർ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു 3 പേര് കൂടിയാണ് ഇവരെ ജാമ്യത്തിൽ ഇറക്കുന്നത്. പിന്നീട് ഇയാൾക്ക് വേണ്ടി പിന്തുണയുമായിട്ട് ഇവർ രംഗത്ത് വരും. അന്നേരമാണ് ഈ വീഡിയോ വരുന്നത്. ഏതാ? എളമരം കരീമും
ഈ പറയുന്ന മുഹമ്മദ് റിയാസും തമ്മിൽ പ്രകൃതി വിരുദ്ധ ബന്ധമുണ്ടെന്ന് പറഞ്ഞുള്ള വീഡിയോ രംഗത്ത് വരെ അതോടുകൂടി അതിൽ നിന്ന് പലരും കൈയെടുത്തു. ഇവർ കൈയെടുത്തു, പക്ഷേ അടൂർ ഏരിയ സെക്രട്ടറി കൈയെടുത്തിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ഇയാളുടെ കാരണം അടൂരാണ് ഈ എം ഇ ഗോവിന്ദൻ ജാം ചച്ചാ ചൂം ചച്ചാ എന്ന് പറഞ്ഞത്. അടൂര് CPM ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ. എന്താണെങ്കിലും ശരി, അതിനുശേഷം വെളിയിലിറങ്ങി വളരെ മോശമായ രീതിയിലാണ്. അങ്ങനെ ഇത്തവണ രാജൻ ജോസഫ് ഒറ്റയ്ക്കല്ല, കൂട്ടുകാരെ സിബിയു ഉണ്ട്. ഇത്തവണ രണ്ടുപേർക്കും കൂടെ വല്ലോ മിണ്ടിയും പറഞ്ഞു, സിബി ഞാൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ശ്രീനാദേവി ചോദിച്ചു, ആരെ ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ്, തന്നെ കുറിച്ച് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അത് അയാൾക്ക് ഭയങ്കര കലിപ്പായി. അതിന്റെ കൂട്ടത്തിൽ അയാളും കൂടെ കൂടിയിരുന്ന് തെറി പറഞ്ഞു. ഇനിയിപ്പോ രണ്ടുപേർക്കും കൂടെ ജോഡിയായിട്ട് മിണ്ടിയും പറഞ്ഞും ജാമ്യ വ്യവസ്ഥ ലംഘിച്ച അടുത്ത രണ്ടാമത്തെ കേസിൽ ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇല്ല, ഇനിയിപ്പോ ജാമ്യം കിട്ടത്തില്ല. ആദ്യത്തെ കേസിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു. അത് മാത്രമല്ല, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസ്. ഇത് പലരും ഈ തെറ്റിദ്ധരിക്കുന്നുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുമ്പോൾ പലരും ഇപ്പം അൻസിബ ചോദിച്ചു, ഈ ശ്രീനാദേവിയുടെ കേസ് രാജൻ ജോസഫിനെ കസ്റ്റഡിയെടുത്തപ്പോൾ അൻസിബയെ പോലുള്ള ആൾക്കാർ ചോദിക്കുന്നു, എൻ്റെ പരാതിയിൽ എന്തുകൊണ്ട് പോലീസ് നടപടിയെടുത്തു. അതുപോലെ ഇന്നലെ കഴിഞ്ഞ ദിവസം അടൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു PB ഹർഷകുമാർ എന്ന് പറയുന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് തിരുവനന്തപുരത്തുള്ള ഒരു വക്കീലിനെ പിടിച്ചോണ്ടുപോയി. അത് പഴയ ഓർമ്മയിലാണ്, പിണറായിയുടെ പോലീസ് അതെന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ട് പോയി. എന്നിട്ട് അവര് അതിന് പറയുന്ന ഒരു ഉപമ എന്താണെന്നറിയോ, സോഷ്യൽ മീഡിയയിൽ കൂടി അപകീർത്തിപ്പെടുത്തി അതിനെ പിടിച്ചോണ്ട് പോയത്. ഇതേ കേസിനാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കേസിനാണ് രാജൻ ജോസഫിനെ പിടിച്ചോണ്ടത്. ഈ ഇവരുടെ ഒരു കക്ഷി എന്നോട് പറയണം. ഞാൻ പറഞ്ഞു അതെങ്ങനെ ശരിയാന്ന്. ശ്രീനാദേവി കുഞ്ഞമ്മയെ സ്ത്രീത്വത്തെ അപമാനിച്ചോണ്ട് ഹർഷകുമാറിന്റെ സ്ത്രീത്വത്തെ ആരെങ്കിലും ചോദ്യം ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇവർക്ക് കത്തുന്നത്, എടാ ഇങ്ങനെയാണല്ലോ, രണ്ടാണ്. അപകീർത്തിപ്പെടുത്തുന്നതിന്റെ കേസ് എവിടെയാണ്? അപകീർത്തിപ്പെടുത്തുന്നതിന്റെ കേസ് കോടതി പലപ്പോഴും അനുസരിപ്പിക്കാതെ മനസ്സിലാകാതെ പോയത് അതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അവർക്ക് ഇത് കോടതി പോകേണ്ട കേസാണ്, അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ തീർക്കേണ്ട കേസല്ല. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് സ്ത്രീത്വത്തെ അപമാനിച്ചാണ്. സോഷ്യൽ മീഡിയയിൽ കൂടി സ്ത്രീത്വത്തെ അപമാനിച്ചു. അതിന് ജാമ്യമില്ലാ വകുപ്പുള്ള കേസാണ്. കഴിഞ്ഞ തവണ എന്തോ ഇയാൾക്ക് ജാമ്യം കിട്ടിപ്പോയി. അത് കോടതി ഇയാൾക്ക് ഒരു ജാമ്യം അനുവദിച്ചു കൊടുത്തു. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇപ്പം ഈ കേസിൽ ജാമ്യം കിട്ടാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. എന്താണെങ്കിലും ശരി, ഈ രാജൻ ജോസഫിനെ പോലെയുള്ള ആൾക്കാർ സത്യത്തിൽ ഇവിടെ എന്തും വിളിച്ചു പറയാം, ഏത് രീതിയിലും വിളിച്ചു പറയാം എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്. ആരെക്കുറിച്ചും എന്തും വിളിച്ചു പറയാം. ചുമ്മാ ഉമ്മ അങ്ങ് വിളിച്ചു പറയുകയാണ്. വേറെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു യൂട്യൂബർ, വേറൊരു ലേഡി വന്നിട്ട് ഷാബിദ ബീവി, ആ മഞ്ജു പിള്ളയുടെ മകളുടെ മോഡലായ ഒരു കുട്ടി ദയാ സുജിത്ത് എന്ന് പറഞ്ഞ ആ കുട്ടിക്കെതിരെ പച്ചത്തെറി വിളിക്കും. അല്ല, മാത്രമല്ല ഇത് ഭാഷ നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അവർ സമൂഹത്തിന് മറ്റ് ആപത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് ഇടപെടേണ്ടത്. എന്തൊക്കെയാ പറയുന്നത്? അപ്പോൾ ഇവർ ഇത് തെറി വിളിക്കുന്ന കേട്ടോണ്ട് ഇതിന്റെ 10 ഇരട്ടി പച്ചത്തെറിയുമായിട്ട് നാഗസൈരന്ത്രി എന്ന് പറയുന്ന യൂട്യൂബർ ഉണ്ട്, സ്വാമിനിയാണെന്ന് പറയുന്ന നാഗസൈരന്ത്രി വന്നിട്ട് പച്ചത്തെറി. നമ്മളിത് എവിടെങ്കിലും വെച്ച് നമ്മുടെ മൊബൈൽ അറിയാതെ കൈ തട്ടി ഓണായി കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഈ തെറിയാണ്. ഇത് വീട്ടിലൊന്നും നമുക്ക് ഓണാക്കാൻ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറെ ആളുകൾ കയറിയിട്ട് അവരൊക്കെ അവരുടെ ലാഭ ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇത് വളരെ മോശമാണ്. മാനമര്യാദയ്ക്ക് ഇത് യൂട്യൂബ് കൊണ്ടുപോകുന്ന ഇത്രയും ആൾ രാജ്യത്ത് അല്ല. ഇതിനകത്ത് എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിനൊരു നിയമനിർമ്മാണം കൊണ്ടുവരുന്നില്ല? ഈ ഫേസ്ബുക്ക് പോലെയുള്ള ഇതെല്ലാം വിദേശ മാധ്യമങ്ങളാണ്. നമ്മളിവിടെ ടിക്ടോക്ക് നിരോധിച്ചതാണ്. ഇതുപോലെയുള്ള ഈ ടെലഗ്രാം, പിന്നെ ഈ പറയുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഈ തെറി പറയുന്നതിനും ഈ അശ്ലീലം കാണിക്കുന്നതിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സത്യമായിട്ടും ഇതിനകത്ത് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം. നിയന്ത്രണം ഏർപ്പെടുത്തുക മാത്രമല്ല, ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ, ആക്ട് കൊണ്ടുവരണം. ഓരോ കേസിനും ഓരോ തരം കുറ്റകൃത്യത്തിനും കൃത്യമായിട്ടുള്ള. ആരെയും തെറി വിളിക്കാം എന്നുള്ള രീതിയിലേക്ക് പലരും പല വേഷം കിട്ടേക്ക് വരുന്നവരുണ്ട്. ഓരോ വേഷത്തിൽ സ്വാമി സന്യാസിന്റെ വേഷത്തിൽ വരുന്നവരുണ്ട്, അല്ലാത്ത വേഷത്തിൽ വരുന്നവരുണ്ട്. ഇങ്ങനെ പല വേഷത്തിൽ വന്നിട്ട് പിന്നെ ചീത്ത വിളിക്കുന്നവരുണ്ട്. ഈ ലൈവ് വന്ന് പച്ചത്തെറി വിളിക്കുക, അതാണ് പരിപാടി. പച്ചത്തെറി പറയാണ് ലൈവ് വന്നിട്ട്. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് ഇതിനായിട്ട് പ്രദർശനമുണ്ട്, ബോഡി ഷോ, എന്താ ബോഡി വിത്ത് മസിൽ ഷോ ഇന്നസെന്റ് വരുന്ന പോലെ. അത് ലേഡീസ് ആണ് വരുന്നത്. അവർ ഈ ബോഡി ഷോ ആയിട്ട് വരുന്നു. അപ്പോൾ അതിനടിയിൽ തെറി വിളിക്കാൻ കുറച്ച് ആൾക്കാർ കൂടുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് മാലിന്യങ്ങൾ ഇതിനകത്ത് കിടന്ന് ഞൊളയ്ക്കുന്നു. അല്ല, അത് മറ്റുള്ള മര്യാദയ്ക്ക് പോകുന്ന ആളെ സംബന്ധിച്ചുള്ളത് വലിയ തിരിച്ചടിയായി മാറും. ഏതായാലും ഇത്തരം പ്രവണതകളെ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. കർശനമായ നിയമനിർമ്മാണം തന്നെ നടത്തി ഇതിനൊരു അറുതി വരുത്തണം. അപ്പോൾ നമുക്ക് വീണ്ടും ADGP-യിലേക്ക് വരാം. MR അജിത് കുമാർ. MR അജിത് കുമാറിന്റെ കാര്യം, പുലിവാൽ കല്യാണം സിനിമയിൽ ജഗതിയുടെ റോളാണ് ഇപ്പൊ മാധ്യമങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതറിയാവോ? ജഗതിയുടെ റോള്, ജഗതിയുടെ മകളെ അടുത്തുള്ള വീട്ടിലെ ചെറുപ്പക്കാരനുമായിട്ട് കല്യാണം അങ്ങ് മനസ്സാ ഉറപ്പിക്കുകയാണ്. മകനെ അടുത്ത ചെറുപ്പക്കാരി. എന്നിട്ട് ഇയാൾ ഓടിക്കൊണ്ടുവന്നൊരു മോതിരം കൊടുത്തു. എന്നിട്ട് അവിടെ പെട്ടെന്ന് സിറ്റുവേഷൻ മാറുമ്പോൾ പുള്ളി പെട്ടെന്ന് മോതിരം തിരിച്ചു ഊരിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ
MR അജിത് കുമാറിന്റെ കേസിൽ MR അജിത് കുമാറിന്റെ നടപടി വരും. ഇന്നത്തെ വാർത്തയാണ്. നാളെ രാവിലെ MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് പൂഴ്ത്തി നടപടി ഉണ്ടാവില്ല. കോൺഗ്രസിലെ ഒരു വിഭാഗം ഇയാളെ പിടിച്ചകത്തിടണം അല്ലെങ്കിൽ ഇയാളെ സസ്പെൻഡ് ചെയ്യണമെന്ന് ശക്തമായ വാദം ഉന്നയിക്കും. വേറെ ഒരു വലിയ വിഭാഗം ഇയാളെ രക്ഷിക്കണം, ഇയാൾ നമ്മുടെ സ്വന്തക്കാരനാണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ എന്തായിരുന്നു പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ ഏറ്റവും ഭയങ്കര രസമാണ് സത്യത്തിൽ. ഇത് അയാളുടെ പേര് ആ റിപ്പോർട്ടിൽ എഴുതിയിരുന്നില്ല എന്നുള്ളതാണ്. അതാണ് അത് അവിടെ നിന്ന് പ്രത്യേക SIT പ്രത്യേക അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിൽ ഇയാളെ പേരില്ല. അത് അന്നത്തെ ADGP ക്രമസമാധാന ചുമതല ADGP എന്ന് മാത്രമാണ് എഴുതിയിരുന്നത്. അപ്പോൾ അത് അങ്ങനെ പോയാൽ കോടതിയിൽ ബാധ്യതയാകും പോലും. ഇതൊക്കെയാണ് നിസാര കാര്യമാണ്. 21 ദിവസം വേണ്ടി വന്നു പേരില്ലെന്ന് മനസ്സിലാക്കി. അത് ജസ്റ്റ് ആ പേരോട്ടൊന്ന് എഴുതി ചേർക്കാവുന്നതേ ഉള്ളൂ. അതിനു വേണ്ടി റിപ്പോർട്ട് മടക്കുന്നു, പേരെഴുതി ചേർത്ത് തിരിച്ചു വിടുന്നു. ഇനിയും കുറച്ച് ദിവസം കഴിയുമ്പോൾ പുള്ളിയുടെ ഫോൺ നമ്പർ എഴുതിയില്ലെന്നും പറഞ്ഞ് തിരിച്ചു വിടുവാൻ. അപ്പൊ എന്താണെങ്കിലും ഈ പേരിപ്പോ എഴുതി MR അജിത് കുമാർ തലതല്ലി പൊട്ടിച്ചവനെ രക്ഷിച്ച ആളിനെ ഇവർ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ. എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് ഇപ്പൊ രക്ഷ ഒരുക്കുകയാണ് അവര്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ MR അജിത് കുമാറിന് പേരൊക്കെ എഴുതി കൊടുത്തു. ഇനിയിപ്പോ ഇന്നിപ്പോ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത ഇതെല്ലാം നമ്മളുടെ മുന്നിലേക്ക് തരുന്നത് ഇവിടുത്തെ ചാനൽ റിപ്പോർട്ടർമാരാണ്. ഇവർ രാവിലെ ഒന്ന് പറയും, വൈകിട്ട് വേറൊന്ന് പറയും. നമുക്കിപ്പോൾ അവരോട് പറയാൻ പറ്റില്ല, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ പറയും. ഇവർ പറയുന്ന അനുസരിച്ച് നമ്മളും പറയും. അവസാനം തിരിച്ചു വരുന്നുണ്ടെ എന്താണ് നമ്മളും ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇതിനകത്ത് ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്നുള്ളത് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു വിശ്വസനീയമായ വിവരം അനുസരിച്ചാണെങ്കിൽ MR അജിത് കുമാറിനെതിരെ വകുപ്പ് തല നടപടി വിശദീകരണം തേടിയതാണ് DGP. അതെ, വകുപ്പ് തല നടപടി ഉണ്ടാകും. അങ്ങേർക്കെതിരെ PR ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പണിഷ്മെന്റ് റോൾ എന്ന് പറഞ്ഞ് പണിഷ്മെന്റ് റോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അന്വേഷണം പൂർത്തിയാകാതെ സ്ഥാനക്കയറ്റം മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല. ഈ വരുന്ന 2 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന സ്ഥാനക്കയറ്റം കിട്ടാനുള്ള DGP ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടാനുള്ള ഇപ്പോൾ ഇനിയും വരുന്ന ഒഴിവിലേക്ക് DGP ആയിട്ട് വരേണ്ടയാൾ MR അജിത് കുമാറാണ്. പക്ഷേ അയാളുടെ ദൗർഭാഗ്യം എന്ന് പറയണം, PR ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്കത് കിട്ടില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ അടുത്ത കാൻഡിഡേറ്റ് കർമ്മഫലം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ശ്രീജിത്താണ് അടുത്ത ശ്രീജിത്താണ് അടുത്ത DGP ആയിട്ട്. അപ്പോൾ ഇയാളുടെ ഒഴിവിൽ വരേണ്ടത്. അങ്ങനെ വരും എന്ന് കരുതുന്നു. എന്തായാലും ഇപ്പോൾ അജിത് കുമാറിന്റെ ഉള്ളിൽ ഒരു പശ്ചാത്താപം ഇല്ലേ, അത് ചിന്തിക്കുമായിരിക്കും. പശ്ചാത്തലം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിക്കും. കാരണം ഞാൻ എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? ഞാൻ ചെയ്തു കൊടുത്ത ആൾ ഇതാ എവിടെയോ കിടക്കുന്നു, ഇന്നോ നാളെയോ ED വന്ന് പൊക്കുമെന്നും പറഞ്ഞ് പേടിച്ച് വിറച്ച് കിടക്കുകയാണ് ആ പാവപ്പെട്ട. അയാളെ രക്ഷിക്കാൻ വേണ്ടി പിന്നെ എന്താണ് ED-കാരെ ആക്രമിക്കാൻ വന്നൊരു ജയിലിൽ കിടക്കുകയാണ്. അതെ, അവരെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല ഇയാൾ. അവരവിടെ കിടന്നു ഒപ്പം നിൽക്കുമെന്ന് കരുതിയ ശശി എങ്ങോ പോയി മറഞ്ഞു. ഇനിയും പുള്ളി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇയാൾ വിലപിച്ചുകൊണ്ട് ചെന്നിത്തലയുടെ വീടിന്റെ വരാന്നേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, എന്നെ സസ്പെൻഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഓടുകയാണ്. സസ്പെൻഡ് ചെയ്യത്തില്ല, സസ്പെൻഡ് ചെയ്യണമെന്നില്ല. പക്ഷെ ഈ സ്ഥാനക്കയറ്റം തടയണം. അത് അത്രയെങ്കിലും ഒരു നടപടി ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ ഈ ജനങ്ങളോട്, സാധാരണ ജനങ്ങളോട്, അതിപ്പോൾ ഇന്നലെ AD തോമസ് എന്ന് പറയുന്ന ഈ മർദ്ദനമേറ്റ ആൾ പറയുന്നു, ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെ ആവശ്യമാണ് ഇയാൾക്കെതിരെ നടപടി. അപ്പൊ ഇപ്പൊ പിന്നെ അതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ സതീശന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രയോഗിക്കുന്ന ഭാഷയും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജുമാണ് കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇന്നിപ്പം KSUക്കാരന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് അലോഷ്യസ് ഷേവിയറിനോട് അദ്ദേഹത്തിന് എന്തോ കുശുമ്പുള്ളതുപോലെ അല്ലെങ്കിൽ എന്തോ ഒരു വിരോധമുള്ളതുപോലെ ആണ്. എറണാകുളത്ത് നടന്നൊരു ചടങ്ങില് മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലോഷ്യസ് ഷേവിയർ എത്തിയിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം KSUവിൻ്റെ നേതൃത്വം നടത്തിയ ചില പ്രസ്താവനകളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് കുറച്ച് അനിഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ അലോഷ്യസ് ഷേവിയറോട് നിൽക്കുമ്പോൾ നടന്നു വരുന്ന VD സതീശൻ ഈ അലോഷ്യസ് ഷേവിയറിനെ കണ്ട ഭാവം പോലും കാണിക്കാതെ പോകുന്നു. ഇതുകൊണ്ടാണ് പലരും പിണറായി 2 എന്ന് ഇദ്ദേഹത്തെ ആവശ്യമില്ല. നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. അവരുടെ പ്രസ്ഥാനത്തിൽ വിദ്യാർത്ഥി വിഭാഗത്തിന് സംസ്ഥാന അധ്യക്ഷനാണ് അവിടെ നിൽക്കുന്നത്. അയാളോട് ചിരിക്കാനും ചെയ്യാമല്ലോ, അല്ലെങ്കിൽ നമുക്ക് കാണാം, നമുക്ക് സംസാരിക്കാമെന്ന് പറയണ്ടേ. അത് അലോഷ്യസ് ഷേവിയർ വിട്ടില്ല കേട്ടോ. അലോഷ്യസ് ഷേവിയർ പറഞ്ഞത് ഞങ്ങളുടെ നിലപാട് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, ഞാൻ മുഖ്യമന്ത്രി ഒന്നുകൂടെ കാണാൻ നോക്കുമെന്ന് പറയും വീണ്ടും. മാത്രമല്ല അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമായിരുന്നു എന്നാണ് KSUവിന്റെ നിലപാട്. അല്ല, KSUവിന് പറയാമല്ലോ, ഇതിപ്പം CPM പോലെയല്ല, ഉൾപാർട്ടി ജനാധിപത്യം അല്ല കോൺഗ്രസിന്റെ ജനാധിപത്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. കോൺഗ്രസിന് എല്ലാവർക്കും വിമർശിക്കാൻ പറ്റുന്നവർക്ക് വിമർശിക്കാം, പറയാൻ പറ്റുന്നവർക്ക് പറയാം. കോൺഗ്രസിന്റെ ജനാധിപത്യം ഈ രീതിയിലാണ്. പക്ഷേ ഇവിടെ VD സതീശൻ കാണിക്കുന്നതിന് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. കാരണം ഇതൊരുമാതിരി പിണറായി വിജയന്റെ സ്വഭാവമാണ്. പിണറായി വിജയനെതിരെ ആരെങ്കിലും ഒരു പ്രസ്താവനയോ
അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനം നടത്തിയാൽ പിന്നെ പിണറായി വിജയൻ അയാളോട് ആജീവനാന്തം വെറുപ്പാണ്. അല്ല, ഇവരെല്ലാം കണ്ടു പഠിക്കേണ്ട ഒരാളുടെ കെ കരുണാകരനാണ് സത്യത്തിൽ. അത് എല്ലാവരും മനസ്സിലാക്കണം. കോൺഗ്രസിനകത്ത് ഈ ഗ്രൂപ്പിസവും പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ ഉള്ളപ്പോഴും കെ കരുണാകരൻ ഒന്നും തന്നെ വ്യക്തിപരമായി ഒരിക്കലും എടുത്തിരുന്നില്ല. എല്ലാവരോടും അതേ പരിപാടി തന്നെ പെരുമാറായിരുന്നു. കെ കരുണാകരനായിരുന്നു ഇത്തരത്തിലുള്ള ഒരു KFC പ്രസിഡന്റ് പ്രസ്ഥാനം നടത്തിയിട്ട് ചടങ്ങിൽ പങ്കെടുത്ത് കെ കരുണാകരൻ തോളിൽ തട്ടി ചിരിച്ച് വിഷയം ചോദിച്ചിട്ട് പോകുള്ളായിരുന്നു. ഒരു സംശയം വേണ്ട. ഇനി അഥവാ നമുക്ക് വിരോധം ഉണ്ടെങ്കിൽ പോലും അത് ഉള്ളിൽ വെച്ച് കെട്ടിപ്പിടിക്കുകയല്ലേ സാധാരണ എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്നത്. സിനിമാക്കാരും ഈ കൊല്ലാൻ വിരോധമുള്ളവർ തമ്മിൽ കെട്ടിപ്പിടിച്ചിരിക്കുക, അതൊരു രാഷ്ട്രീയ നയതന്ത്രജ്ഞത എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. പക്ഷെ ഇവിടെ ഈ അലോഷ്യസ് സേവ്യറിനെ കണ്ടു കഴിഞ്ഞിട്ട് ഇദ്ദേഹം മിണ്ടാതെ പോയി. എന്തിന്? അലോഷ്യസ് സേവ്യർ പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റ്? അയാൾ പറഞ്ഞത് അവർ നിലപാട് വ്യക്തമാക്കിയാണ്. അയാൾ പറഞ്ഞതിനകത്ത് ഒരു തെറ്റുമില്ല. കാരണം ഒരു SFIക്കാരുമാണ് ഈ ഗവൺമെന്റ് പ്ലീഡർ ലിസ്റ്റിൽ ഉള്ളത്. ആ ലിസ്റ്റ് ഇവര് കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. ലോയേഴ്സ് കോൺഗ്രസ്സുകാർ പറയുന്നു ഞങ്ങൾക്കറിയില്ല. ഇപ്പൊ എന്താ അന്വേഷിച്ചു തന്നപ്പം ABVP കാരനെ നിയമിച്ചത് ഒരു ലോക്സഭാ അംഗത്തിന്റെ. ഒന്ന് ആലോചിച്ച് നോക്കുക. RSSനെ എതിർക്കാൻ നടക്കുന്ന കോൺഗ്രസ് ഇവിടെ ഒരു MP അയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഈ മറ്റവരും ഇതുപോലെ ആരുടെയോ പിടിപാടിൽ വന്നതാണ്. SFI നേതാവാകട്ടെ തിരുവനന്തപുരം ലോ കോളേജിൽ KSUക്കാരെ നിരന്തരമായി മർദ്ദിക്കുന്നതിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരാളാണെന്നാണ്. അപ്പൊ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ പേയ്മെന്റ് ഉണ്ട്. പേയ്മെന്റ് വിവാദവും പറയുന്നുണ്ട്. അതായത് ഈ ഗവൺമെന്റ് പ്ലീഡർ പോസ്റ്റുകൾ പണം വാങ്ങി വിറ്റു എന്നൊരു ആരോപണം വളരെ ഇതായിട്ട് നമ്മുടെ ഹൈക്കോടതിയുടെ അകത്തടങ്ങളിലെല്ലാം ഉണ്ട്. നേരത്തെ തൊട്ടേ ഉണ്ട്, നമുക്കറിയാം. പണ്ട് BJP ഭരിക്കുമ്പം ആദ്യം അവർ ചെയ്തിരുന്നത് പാർട്ടിയുടെ നേതാക്കന്മാരായി ഉൾപ്പെടുത്തുന്നായിരുന്നു. കഴിഞ്ഞ തവണയൊക്കെ ആയപ്പോഴേക്കും അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ നേതാക്കളെ ബന്ധുക്കളും മക്കളും സഹോദരങ്ങളും അവരെല്ലാം കയറ്റി വെക്കാൻ. പിന്നെ അണികൾ ആവശ്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ പറഞ്ഞ KSUവിന് ഉന്നയിച്ച ആരോപണം ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിക്കുകയും ഞങ്ങളെ ഈ കേരള ഗവൺമെന്റ് ലോ കോളേജിന്റെ ക്യാമ്പസിലേക്ക് ഈ KSU പ്രവർത്തനം നടത്താൻ കയറ്റാതിരിക്കുകയും ചെയ്തിരുന്ന ആൾക്കാരാണ്. ആ ആൾക്കാര് അവര് വന്ന് ഞങ്ങളുടെ മുന്നിൽ ഗവൺമെന്റ് പ്ലീഡറായിട്ട് ഞങ്ങളുടെ സർക്കാരിന്റെ മുന്നിൽ ഞങ്ങളുടെ സർക്കാരിൽ ഗവൺമെന്റ് പ്ലീഡറായിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതിലെ വെറുതെ വായി നോക്കി കിടക്കുന്നു. അത് സത്യമാണ്. അയാൾ ഉന്നയിച്ചത് കൃത്യമായ വിഷയമാണ്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ്? അത് സതീശനോട് പറഞ്ഞില്ല, പറയാതെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി എന്നുള്ളതാണ്. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഇവരെല്ലാം നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേദി തന്നെയാണല്ലോ. അതല്ല ഫേസ്ബുക്ക് വിരുദ്ധരായൊന്നും അല്ലല്ലോ ഇവരെന്നും. ഇവരുടെ പലരുടെയും ഈ വ്യക്തിത്വ വികസനം നടപ്പിലാക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയ കൂടെ തന്നെയാണല്ലോ. ആലോചന ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഈ അലോഷ്യസ് ഇവർ നേരിട്ട് ഇറങ്ങി പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് വൻ നികുതി ഏർപ്പെടുത്തി എന്നുള്ള വിവരം ലിജു അറിയുന്ന ഇത് നടക്കുമ്പോഴാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അയാളുടെ വകുപ്പിൽ കയറി ഇദ്ദേഹം കൈവച്ചു എന്നുള്ള ഒരു പരാതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ തുടക്കമായതുകൊണ്ട് എല്ലാവരും കൂടെ പറഞ്ഞാണെന്ന് തോന്നുന്നു അത് സമാധാനിപ്പിച്ചത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അലോഷ്യസ് ഇവർ പോസ്റ്റ് ഇട്ടതിന് എന്താണ് തെറ്റ്? അല്ല, അത് മാത്രമല്ല ഇത് അലോഷ്യസ് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ വ്യക്തവും വേർപ്പുമാണ് ഈ സർക്കാരിന്റെ അധികാരത്തിലെത്തിയത്. അതിനെന്താ സംശയം? അതിനകത്ത് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഒരു ചുക്കും ചെയ്തിട്ടല്ല ഇവിടെ സർക്കാർ അധികാരത്തിൽ. ഇവിടെ ഈ സർക്കാർ അധികാരത്തിൽ വരാനുള്ള ഏറ്റവും പ്രധാന കാരണം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്ന MR അജിത്കുമാറും ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്ന P ശശിയും ചേർന്നാണ്. ഈ രണ്ട് പേര് ചേർന്ന് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആളെ ഹൈജാക്ക് ചെയ്ത് നടത്തിയ ഭരണത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ സർക്കാർ വന്നിരിക്കുന്നത്. ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്നതാണ്. പക്ഷേ ഇവർക്കെതിരെ ജനപിന്തുണ ഉറപ്പാക്കാൻ, ജനങ്ങളിലേക്ക് ഇവരുടെ കൊള്ളയും കൊള്ളിവയ്പും അക്രമവും എത്തിക്കാൻ വേണ്ടി കഠിനമായി അധ്വാനിച്ച ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ പിള്ളേരും KSU എന്ന് പറഞ്ഞ പ്രസ്ഥാനം വളരെ വർഷങ്ങളായി അതങ്ങനെ നിർവീര്യമായി കിടക്കുകയായിരുന്നു. അത് അവിടെ നിന്ന് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ അവർ വീണ്ടും ശക്തി പ്രാപിക്കും. അതെ, കോളേജ് യൂണിയനുകളും അതുപോലെ പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയനുകളും ഒക്കെ തന്നെ തിരികെ പിടിച്ചെടുക്കുകയും അവരുടേതായ ഒരു പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ അന്ന് ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനം തല്ലുകൊണ്ട് ഒരാൾ KSU നേതാവ്, ഒരാൾ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നല്ലേ. അവരുടെ തലയ്ക്ക് അടിയുകൊണ്ട് അവരുടെ ചോരയിൽ ചവിട്ടി നിന്നാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. അല്ലാതെ സതീശൻ ഇതിലെ നടന്ന് ചതുരവർത്തമാനം പറഞ്ഞുകൊണ്ടോ രമേശ് ചെന്നിത്തല ഇതിലൂടെ ഓപ്പറേഷൻ തൂഫാനും കൊണ്ട് നടന്നിട്ടോ ഒന്നുമല്ല. പിണറായി വിജയനെ ജനം തിരസ്കരിച്ചു എന്നുള്ളതാണ് മെയിൻ കാരണം. വേറൊരു ഓപ്ഷൻ ഇല്ല. അതാണ് രണ്ടാമത്തെ കാരണം. അല്ലെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഒന്നും അധികാരത്തിൽ വരത്തില്ല. ഇവിടെ BJP ശക്തമായിരുന്നെങ്കിൽ കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരും. BJPക്കാർ ഇവിടെ കച്ചവടത്തിന് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഗവൺമെന്റ് പ്ലീഡർ നിയമനമായിക്കോട്ടെ, ഈ MR അജിത് കുമാറിന്റെ വിഷയമായിക്കോട്ടെ, ഈ MR അജിത് കുമാറിനെതിരെ എന്തായാലും ഒരു നടപടി ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ അയാൾക്കെതിരെ PR ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ PR കഴിയുന്നിടം വരെ അയാൾക്ക് പ്രൊമോഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത്രയെങ്കിലും അയാൾക്കെതിരെ ചെയ്തില്ലെങ്കിൽ ഈ സർക്കാർ ഈ ജനങ്ങളോട് മാപ്പ് പറയുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. 2029 പാർലമെന്റ് ഇലക്ഷൻ ഉണ്ട്.
ഒരുപക്ഷെ അതോടൊപ്പം തന്നെ ഈ നിയമസഭയും കൂടെ ഇലക്ഷൻ നടത്തുന്ന കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നടപടി കൊണ്ടുവന്നാൽ അസംബ്ലി ഇലക്ഷൻ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് 5 വർഷം കൊണ്ട് 5 വർഷം ഞങ്ങൾക്ക് ആരും പേടിക്കേണ്ട എന്നുള്ള തെറ്റിദ്ധാരണ സർക്കാരിന് വേണ്ട. ചിലപ്പോൾ അങ്ങനെയും സംഭവിച്ചാൽ ഇപ്പോൾ പിണറായി വിജയനെ എം വി ഗോവിന്ദൻ്റെ അടുത്ത് വെളിയിൽ കളഞ്ഞാൽ അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരുപാട് മിടുക്കന്മാരെ ആൾ CPM ഉണ്ട്. നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അവർ തോറ്റു എന്ന് പറഞ്ഞാൽ അവർ മുഴുവൻ പൊട്ടന്മാരാണെന്നുള്ള ധാരണ നമുക്കില്ല. ഒന്നുമല്ല, പിണറായി വിജയനെ എം വി ഗോവിന്ദനെ നീക്കിയ എപ്പോൾ ഈ ഇവിടെ CPM സർക്കാർ അധികാരത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ മതി. ഈ രണ്ടുപേരെ എടുത്ത് കളണം. അതുപോലെ P ശശിയെ ആ 7 ഇല തടിപ്പിക്കരുത്. MR അജിത്കുമാർ എന്ന് പറയുന്നവനെ വല്ല പിന്നെ മരപ്പണി നിർമ്മാണ കേന്ദ്രത്തിന്റെ MD ആക്കിക്കൊണ്ട് വെക്കുകയും വേണം. അതാണ് അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു കാര്യത്തിനും പ്രത്യേകിച്ച് സ്വന്തം പാർട്ടി പ്രവർത്തകർ ലോകത്ത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ പാർട്ടി ഭരണത്തിലെത്തുമ്പോൾ അവരുടെ ഘടന പോഷക സംഘടനകൾ മറ്റെല്ലാവരും തന്നെ അവരവരുടെ പല ആവശ്യങ്ങളും ഉന്നയിക്കും. ഇത് ഈ അലോഷ്യ സേവനം വന്ന് എനിക്ക് സാധനം തരുമെന്നല്ല പറഞ്ഞത്. നമ്മളെ ഒരു കാലത്ത് ഓടിച്ചിട്ട് തല്ലുമായിരുന്ന ആളുകളൊക്കെയാണ് ഇപ്പം സ്വന്തക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ഈ പദവിയിൽ ഇരുത്തിക്കണമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തണമെന്നാണ്. ഇതിപ്പോ തന്നെ MRനെതിരെ ഒരു നടപടി വരാനുള്ള കാരണം എന്താ? ഈ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വരികയും പതുക്കെ ഓരോ ഭാഗത്തു നിന്ന് ആൾക്കാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ തുടങ്ങുകയും PD സതീശന്റെ നിലപാടുകളെ അപലപിക്കുകയും ചെയ്തുകൊണ്ട് ആൾക്കാർ വന്നു. എന്തിന് CPI വരെ രംഗത്ത് വന്നു. MR ബിനോയ് വിശ്വം വരെ പറഞ്ഞു MR രാജ്കുമാറിനെ കസേരയ്ക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം കാരണം തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് MR അജിത്കുമാർ. അത് പിന്നെ CPM-ആയിട്ടുള്ള ഡീലായിരുന്നു. പൂരം അലങ്കോലപ്പെടുത്തി പൂരപ്രേമികളെ BJPക്ക് വോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. അത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന. അതെ, എന്താണെങ്കിലും അങ്ങനെ സതീശന് ഈ കാര്യത്തിൽ വളരെയധികം എതിർപ്പ് നേരിടേണ്ടി വരുന്നു, വെല്ലുവിളി നേരിടേണ്ടി വരും. അതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞ വലിയ ഒരു വാഗ്ദാനം വെറും പൊള്ളയായിരുന്നു തെളിയിക്കുന്ന ഒരു കാര്യം കൂടി ഇന്ന് പുറത്തു വന്നു. കേരളത്തിൽ കപ്പൽ നിർമ്മാണശാല ടാറ്റ കമ്പനി 13,000 കോടിയുടെ നിക്ഷേപം നടത്തുന്ന ബ്ലൂംബെർഗ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് VD സതീശൻ ഇത് പറഞ്ഞത്. പക്ഷേ അത് പാടെ നിരാകരിച്ചുകൊണ്ട് ടാറ്റ കമ്പനി അത്ഭുതം പ്രകടിപ്പിച്ചു. ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞിട്ടേ ഇല്ല എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ടാറ്റ കമ്പനി അത്ഭുതം പ്രകടിപ്പിച്ചു. ടാറ്റ പോലെയുള്ള ഇന്ത്യയിലെ ഒരുപക്ഷെ ഏറ്റവും അധികം നമുക്ക് വിശ്വാസമുള്ള സ്ഥാപനമാണ് ടാറ്റ കമ്പനിക്ക്. അങ്ങനെ വലിയ പ്രത്യേകതയുണ്ട്. മറ്റ് പല നമ്മുടെ നാട്ടിലെ വ്യവസായ ഭീമന്മാരെ അപേക്ഷിച്ച് ടാറ്റ കമ്പനി ഭയങ്കരമായ വിശ്വാസ്യതയുള്ള എന്നും ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു കമ്പനി. അവരെ ഭൂഷണം എന്ന് വിളിച്ചത് പണ്ടത്തെ കാലത്ത് അന്നത്തെ CPM-കാർക്ക് അറിവില്ലായ്മ കൊണ്ട് വിളിച്ചു പോയതാണ്. അങ്ങനെ ആയിരുന്നില്ല. അവർ ശരിക്കും പറഞ്ഞാൽ തൊഴിലാളികളെ സംരക്ഷിക്കുകയും എല്ലാ കാര്യത്തിലും വളരെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനമായിരുന്നു ടാറ്റ. ആ ടാറ്റ കമ്പനി പറയുന്നത് ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? പിന്നെ ഇത് പൂക്കി സതീശനായി പൂക്കി ലെവലിലേക്ക് ഉയർന്നു, പൂക്കിയായിട്ട് മുന്നോട്ട് വന്ന VD സതീശൻ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഗ്ലാമർ പരിവേഷം നിൽക്കുമ്പോഴാണ് ഇതൊരു വലിയ തിരിച്ചടിയാണ്. കാരണം ഇദ്ദേഹം പറഞ്ഞത് ഇതിനു വേണ്ടിയുള്ള പദ്ധതി വന്നു കഴിഞ്ഞു. അത് സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ സാധിക്കില്ല. ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കാവുന്നൊക്കെയാണ്. ചർച്ചയിൽ അക്കാര്യത്തിൽ വലിയ എല്ലാവരും സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. കാരണം അത് വലിയ വികസനമല്ലേ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒപ്പം തന്നെ ഒരു ടാറ്റ കമ്പനിയുടെ കപ്പൽ നിർമ്മാണശാലയും കൂടെ വരിക എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം ഗുണം ചെയ്യും. മിഷൻ സമുദ്ര എന്ന് പറയുന്ന കേരളത്തെ ഒരു പോർട്ട് സിറ്റി ആക്കി മാറ്റിക്കൊണ്ടുള്ള ബ്ലൂ ബജറ്റ് എന്തായിരുന്നു അതിന്റെ പേര് പറഞ്ഞത്. ആ വന്ന ആ രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കത്തക്ക രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് വന്നതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഒരു ഒറ്റ വിഷയം കൊണ്ട് തന്നെ സതീശന്റെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടി. എന്താണ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി അക്കാര്യത്തെ വിശദീകരിക്കണം എന്താണ് സംഭവിച്ചത്. കാരണം ഒറ്റ ദിവസം എല്ലാവരും ഭയങ്കരമായി പ്രതീക്ഷിക്കുക, അടുത്ത ദിവസം അങ്ങനെ അല്ല എന്ന് ആരെക്കുറിച്ചാണോ പറഞ്ഞത് ആ സ്ഥാപനം തന്നെ വന്ന് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനം. ഇക്കണോമിക്സ് ടൈംസിലൂടെയാണ് അവരതിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. കേരള മുഖ്യമന്ത്രിയുടെ അവകാശവാദം തെറ്റാണ്. ഞങ്ങൾ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെയാണ് അവർ പറയുന്നത്. ഇന്ത്യയിൽ ഒരിടത്തും കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാൻ വന്നില്ല. പിന്നെ ഏത് ടാറ്റയുമായിട്ടാണ് ഇദ്ദേഹം ചർച്ച നടത്തിയത്, അല്ലെ പിന്നെ ഏത് ടാറ്റയാണ് ഇവിടേക്ക് പ്രപ്പോസൽ അയച്ചത് എന്നുള്ളതിനെ കുറിച്ച് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഇദ്ദേഹം ഈ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷമല്ല LDF സതീശനെ നുണയനെന്ന് വിശേഷിപ്പിച്ചിട്ടാണ് വോട്ട് നേടാൻ ശ്രമിച്ചത്. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്ത് അദ്ദേഹത്തിന്റെ പേരിൽ, അതായത് നുണേശൻ എന്ന് പറഞ്ഞുള്ള പേരിൽ കുറെ ചാനലുകൾ ഫേസ്ബുക്കിൽ മാധ്യമങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പ്രകോപിതനാകുമോ എന്നാണ് എനിക്ക് സംശയമുള്ളത്. പിണറായി പോലെ അത് പ്രകോപിതനാകും. കാരണം ഈ ഉത്തരം മുട്ടുമ്പോഴല്ലേ നമുക്ക് കൊഞ്ഞനം കുത്താൻ പറ്റും. ഇപ്പൊ പിണറായി വിജയനോട് പണ്ട് ഉത്തരവ് അറിയാത്ത, അല്ലെങ്കിൽ പിണറായി വിജയന് ഇതിനകത്ത് ഈ എന്താ പറയുന്നത് അത്യാവശ്യം കമ്മീഷൻ അടിക്കാൻ പറ്റുന്ന സാധ്യതയുള്ള ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നാൽ
പിണറായി വിജയൻ അപ്പോൾ തന്നെ അമ്മാതിരി ചോദ്യമല്ല, ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നൊക്കെ ചോദിച്ചു പുള്ളി കെട്ടും പടവും മടക്കി ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുക അവിടുന്ന്. ആ ഒരു കപട ഗൗരവമൊക്കെ രംഗത്തിട്ടുണ്ട്. അങ്ങനെ കപട ഗൗരവം ഇട്ടപ്പോഴാണ് കൊല്ലത്ത് വെച്ച് ഒരു റിപ്പോർട്ടർ പറഞ്ഞത് ആ മറുപടി പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം ഭയങ്കരമായിട്ട് ചൂടായി, എന്നെ ചോദ്യം ചെയ്യാറായിരിക്കുന്നോ എന്നുള്ള രീതിയിൽ. ഒരു മാധ്യമപ്രവർത്തകൻ എന്റെ പഴയ സഹപ്രവർത്തനം കൂടെ ആയിരുന്നു ഒരാൾ. അവസാനം ധൈര്യമായിട്ട് അവരുന്ന് നടത്തി ഉത്തരം മുട്ടി അവസാനം. അതാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലാണ്. എന്താണെങ്കിലും ഈ ടാറ്റയുടെ വിഷയത്തിൽ സതീശന്റെ വിശ്വാസ്യതയ്ക്ക് വിശദീകരിക്കണം, മുഖ്യമന്ത്രി വിശദീകരിക്കണം എന്താണ് സംഭവിച്ചത് ശരിക്കും. ഇതിന് അതോ ആരെങ്കിലും ഇത് വെറുതെ പറഞ്ഞതാണോ? ഇപ്പൊ ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാരെ MLA ആക്കാം, മന്ത്രിയാക്കാം, മറ്റേ വേറെ പദവി വാങ്ങി തരാം, വേറെ ആരെങ്കിലും ഇനി വ്യാജ. അതാണ് അവിടെയാണ് നമ്മൾ അത് അന്വേഷിക്കണം. അല്ലെങ്കിൽ ഇത് പ്രിമച്ചുർ ആണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ആലോചന സതീശന് കാണും, അത് അദ്ദേഹം ടാറ്റയുടെ ആക്കി ഇവിടെ അങ്ങ് പറഞ്ഞതാണ്. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി കബളിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഇത് ഈ ഒരു വ്യാജ സന്ദേശം അയച്ചാണെങ്കിൽ അത് ആരാന്ന് ചോർത്തരം കണ്ടുപിടിക്കുക. അതാണ്. അപ്പൊ എന്താണെങ്കിലും ഈ പ്രതിപക്ഷം നുണേശൻ എന്നൊരു പേര് വിളിച്ച് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇപ്പൊ പിണറായി വിജയനെ കുറിച്ച് പല പേരുകളും അദ്ദേഹത്തെ കുറിച്ച് കാരണഭൂതനെന്നും പിന്നെ ക്യാപ്റ്റൻ എന്നും ഒക്കെ പറഞ്ഞിങ്ങനെ ഇതേ രീതിയിൽ സതീശന് അങ്ങനെ ഒരു പേര് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് സോഷ്യൽ മീഡിയ കാലമാണ്. എത്ര പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ പറ്റും? ഒന്നും നടക്കില്ല. സോഷ്യൽ മീഡിയ വഴി മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഉമ്മ പിടിച്ചോണ്ട് പോയിട്ടൊരു കാര്യവുമില്ല. അത് അങ്ങനെ ചെയ്യുന്നതിനകത്ത് പിന്നെ സതീശനും പിണറായി വിജയനും തമ്മിൽ യാതൊരു മാറ്റമില്ല. എന്താണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് VD സതീശനിൽ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണങ്ങൾ ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് നൽകാൻ പാടില്ല. പ്രതീക്ഷയുണ്ട് VD സതീശന്. അത് ആളുമിടുക്കനാണ്, അദ്ദേഹം നല്ല അക്കാഡമിക്കായ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. താരതമ്യേന മറ്റു ആളെക്കാളും ചെറുപ്പമാണ്, നല്ല സ്മാർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം പരമാവധി കുറച്ചുകൂടെ ഒന്ന് പക്വത കാണിക്കുക, ഒരു രാഷ്ട്രീയ പക്വത, ഒരു മുഖ്യമന്ത്രിയുടെ പക്വത. അതായത് സ്വന്തം ഘടകകക്ഷിയിൽപ്പെട്ട തലക്കടിയേറ്റ് പിന്നെ വേദനയോടെ നടക്കുന്ന ആ യുവാക്കളോട് അല്ലെങ്കിൽ ആ കുട്ടികളോട് കുറച്ചുകൂടി നീതി നൽകി സംസാരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലൂസ് ടോക്ക് ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.